ഈ വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങിക്കിടക്കുമ്പോൾ ചിന്തകളുടെയും ശ്വാസത്തിനായുള്ള പിടച്ചിലിൻ്റെയും ഇടയിലൊരവസ്ഥയുണ്ട്. സ്ഥിതിയെന്ന് പറയാവുന്ന എ പെർഫെക്റ്റ് സ്റ്റേറ്റ് ഓഫ് ട്രാങ്ക്വിലിറ്റി. അവൾ എന്നും അങ്ങനെയുള്ളൊരു ഓർമ്മയാണ്. സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ഇടയിലുള്ള ഒരു മിറാഷ്, മരീചിക. അതാണവൾ. ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ക്രിസ്മസ് കാലം. എൻ്റെ പേര് അരവിന്ദ്. അല്ലെങ്കിൽ ആന കുത്തിയാൽ എഴുന്നേൽക്കാത്ത ഞാൻ അന്ന് ആരും വിളിക്കാതെ എഴുന്നേറ്റു. അത് ഞായറാഴ്ച. അന്ന് ഞാൻ പതിവിലും അല്പം ധൃതിയിലായിരുന്നു. അയ്യോ, മോനെ വല്ലതും കഴിച്ചിട്ട് പോ. പിന്നെ കഴിച്ചോളാം. ഇത് പപ്പു, പത്മനാഭൻ പോറ്റി എന്നാണ് ഫുൾ പേര്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, ക്ലാസ്മേറ്റ്. എനിക്കറിയാം ഇതൊരുമാതിരി പഴഞ്ചൻ പേരാണ്. പക്ഷേ കടുത്ത വിഷ്ണു ഭക്തനായ ശ്രീകുമാരൻ പോറ്റി പുത്രസൗഭാഗ്യത്തിനായി പത്മനാഭസ്വാമിക്ക് മുമ്പിൽ ഉരുളി കമഴ്ത്തിയുണ്ടായ ഒരു വിളഞ്ഞ വിത്താണ് ഈ ഇരിക്കുന്നത്. ഹായ്, ഞാനിവിടെ പുതിയതാ. ഇന്നലെ ഷിഫ്റ്റ് ചെയ്തുള്ളൂ. 12C-യിൽ. ഇരിക്കടോ. രാഹുൽ. പപ്പു. ശരിക്കുള്ള പേരാണോ പപ്പു? ശരിക്കും പേര് പത്മനാഭൻ പോറ്റി എന്നാണ്. പത്മനാഭൻ പോറ്റി. വാട്ട് എ സ്ട്രേഞ്ച് നെയിം. പപ്പുവിന് അവൻ്റെ പേരിനെ പറ്റി ആരെങ്കിലും പറയുന്നത് തീരെ ഇഷ്ടമല്ല. പക്ഷെ നല്ല വെറൈറ്റി ഉണ്ട്. ആക്ച്വലി ഇറ്റ്സ് കൈൻഡ് ഓഫ് എ ക്യൂട്ട് നെയിം. കുർക്കുറ അയക്കുന്നില്ലേ? താങ്ക്സ്. ഇതെന്താ റോക്കറ്റാ? അത് അരവിന്ദാ, എൻ്റെ ക്ലാസ്മേറ്റാ. ഞാനിപ്പോ ഓടി വന്നത് എന്തിനാണെന്ന് അറിയൂ? അവന് ക്രിമിയടിയാ. ഞാൻ അവളെ കാണാൻ വന്നതാണ്. അവളോ? ആ, പ്രിയ. പ്രിയ? അതാരാ? മൈ ലവ്, മെരാ പെഹല പ്യാർ. കുന്തം. കാര്യം ഞങ്ങളെല്ലാം ഒരേ ക്ലാസ്സാണ്. പക്ഷെ അവൾ അവനെ മൈൻഡ് പോലും ചെയ്യില്ല. അവൾ വെറും ഒരു പാവം കുട്ടിയാണ്. അവൾ പിശാശാണ്, പിശാശി. അതുകൊണ്ട് തന്നെ എന്തോ ഒരു ഇഷ്ടം അവളോട് തോന്നി. എന്ത് കണ്ടിട്ടാണോ എന്തോ, ഞാൻ കുറെ പറഞ്ഞു നോക്കി. അവൾ ട്യൂഷനും ഡാൻസ് ക്ലാസ്സിലും പോകുമ്പോൾ വായി നോക്കിക്കല അവൻ്റെ പണി. ഇന്ന് അവൾക്ക് 10:00 ട്യൂഷൻ ഉണ്ട്. Standing close to me, close enough to reach, perfect time to tell her, but I can't even put two words together. അരവിന്ദ് പ്രിയ, പ്രിയ അരവിന്ദ്. നല്ല മാച്ച് അല്ലേ? ഷാജാനും മുംതാസും പോലെ. നീ ഹിന്ദു, അവൾ റോമൻ കാത്തലിക്. ഏത്തപ്പഴം പോത്രച്ചയും പോലെ എനിക്ക് വന്നു. Paralyzing eyes scanning my disguise, can't you see me hiding? What am I afraid of her finding? I know what I'm thinking, but the words won't come out. If eyes could speak, one look would say everything about the way you smile, the way you laugh, the way you dress, the way your beauty leaves me breathless. If eyes could speak, I wouldn't have to talk. അന്നാണ് ക്ലാസ്സിൽ ക്രിസ്മസ് ഫ്രണ്ടിനെ നറുക്കിട്ടത്. അതൊരു വഴിത്തിരവായെന്ന് പറഞ്ഞാൽ മതിയല്ലോ. എനിക്ക് ആരെയും ക്രിസ്മസ് ഫ്രണ്ടായി കിട്ടിയെന്നറിയൂ? പുറത്ത് പറയരുതെന്നല്ലേ ടീച്ചർ പറഞ്ഞത്? ഇത് പുറത്ത് പറഞ്ഞില്ലെങ്കിൽ ഒരു സുഖമില്ല.
റോഷ്നി, ഏയ് മാളവിക, ഏയ് അതുമല്ല. എങ്കി സോണിയ. നമ്മുടെ വീട്ടിൽ ഇത്രയും പെൺപിള്ളേരുണ്ടോ? പിന്നെ പ്രിയ. ഏ അതേന്ന് പ്രിയ. പക്ഷെ ഞാൻ ആലോചിച്ചപ്പോൾ ഇത് എന്നേക്കാൾ ആവശ്യം നിനക്കാണ്. എന്നാ പപ്പു ചിലപ്പോൾ ഇങ്ങനെയാണ്, നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്തതേ അവൻ ചെയ്യൂ. താങ്ക്സ്. ഒരു കാര്യം പറഞ്ഞേക്കാം, ഈ പുറകെ ആണെന്നിട്ടും വായി നോക്കി നിന്നിട്ടും ഒരു കാര്യവുമില്ല. നീ ക്രിസ്മസ് കൊടുത്തിട്ട് അവളുടെ അടുത്ത് കാര്യം പറയാം. എന്ത് ഗിഫ്റ്റ് ഇപ്പൊ കൊടുക്കുക? ആ പക്ഷെ കൊടുക്കുന്ന ഗിഫ്റ്റിൽ അവൾ വീഴണം. അവളെ എനിക്ക് തന്നെ വീഴ്ച അല്ലേ? ചോരയാണ് കണ്ടിരിക്കുന്നത്. അവളെ നിനക്ക് തന്നെ കിട്ടുന്ന ലക്ഷണമാണ്. എങ്കീച്ചില് വയറ്റത്തല്ല, എന്റെ ചങ്കി കയറിയാലും ഞാൻ സഹിക്കും. ഒരു 100 ഗിഫ്റ്റ് ഷോപ്പ് കയറി ഒന്നും അത്ര പിടിക്കുന്നില്ല. എന്താ അമ്മേ? ടിങ്കുവിന് ഫുഡ് കൊടുത്തോ? ഷേ, എന്നെ കാര്യം വിട്ടുപോയി. ടിങ്കു എവിടെ പോയി? ടിങ്കു, 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 ഒരമണിക്കൂർ മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു. ടിങ്കു, 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 ടിങ്കു. ടിങ്കു, 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 ടിങ്കു. ആ പൂച്ച എന്റെ. അന്ന് അവൾ എന്നെ നോക്കി ചിരിച്ചു. അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ കയ്യിലുണ്ടായിരുന്നത് പൂച്ചക്കുട്ടിയല്ല, താക്കോലാണ്. അവളുടെ മനസ്സിലേക്കുള്ള താക്കോല്. ഹായ് പ്രിയ. എനിക്ക് തന്നെയാണ് ക്രിസ്മസ് ഫ്രണ്ടായി കിട്ടിയത്. തനിക്ക് എന്ത് ഗിഫ്റ്റ് തരുമെന്ന് ഞാൻ ശരിക്കും കൺഫ്യൂഷനായിരുന്നു. ഈ ഒരു ഗിഫ്റ്റിൽ മാത്രമേ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉള്ളൂ. മെറി ക്രിസ്മസ് പ്രിയ. അന്ന് ഞാൻ കൊടുത്ത സമ്മാനവും വാങ്ങി ഒന്നും പറയാതെ അവൾ തിരിച്ചു നടന്നു. ഒരു താങ്ക്സ് എങ്കിലും തിരിച്ചു പറയുമെന്ന് കരുതിയ എനിക്ക് തെറ്റി. ഏഴു വർഷങ്ങൾക്കപ്പുറം എല്ലാം മാറിയിരിക്കുന്നു. ഞാൻ ജീവിച്ച ചുറ്റുപാട്, എൻ്റെ കൂട്ടുകാർ, എൻ്റെ പഠിത്തം, എന്തിനേറെ പറയുന്നു, ഞാൻ തന്നെ അടിമുടി മാറി. പക്ഷേ ഇത്ര നാൾ കഴിഞ്ഞിട്ടും മാറാത്ത ഒന്നുണ്ട്: പ്രിയ. അവളോട് എനിക്കുള്ള സ്നേഹം. ഈ 7 വർഷങ്ങൾക്കിടയിൽ അവളുമായി കണ്ടുമുട്ടിയിട്ടുണ്ടെങ്കിലും ഒരു ചിരിയിൽ ഒതുങ്ങുമായിരുന്നു അതെല്ലാം. ഇതാദ്യമായാണ് അവളിൽ നിന്നും ഇങ്ങനെയൊന്നും. അതേതായാലും ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോയിരുന്ന് വായിക്കാമെന്ന് വെച്ചു. Hi Arvind, remember the Christmas gift you gave me? A sweet little gift for your Christmas friend? I had you as my Christmas friend back then. The gift I thought of giving you back then is in the box.
I bought this for your kitten whom you love so much. But you gave me that kitten itself as a gift. Well, you have never failed to surprise me. Merry Christmas. ജീവിതത്തിൽ നമുക്ക് ആദ്യമായി കിട്ടുന്നതെല്ലാം കാലം എത്ര തന്നെ കഴിഞ്ഞാലും അതേ കൗതുകവും സന്തോഷവും നമുക്ക് സമ്മാനിച്ചുകൊണ്ടേയിരിക്കും. ചിലപ്പോഴെല്ലാം നമുക്ക് തോന്നും നമ്മളെ ഭൂമിയിലേക്ക് പിടിച്ചു നിർത്തുന്നത് ഈ ഓർമ്മകളാണെന്ന്. നമുക്ക് ആദ്യമായി കിട്ടിയ സമ്മാനങ്ങൾ, കൂട്ടുകാർ, പ്രണയം, നമ്മൾ ആദ്യമായി അറിയുന്നതെല്ലാം നമുക്ക് വിലപ്പെട്ടതാണ്. അന്ന് എനിക്ക് പ്രിയയോട് തോന്നിയ ഇഷ്ടം, കൗതുകം, അത് ഇന്ന് എന്നോടൊപ്പം തന്നെ വളർന്നിരിക്കുന്നു. അർത്ഥമില്ലാത്ത ഒരു കാത്തിരിപ്പിന് അത് എന്നെ പ്രേരിപ്പിക്കുന്നുവെങ്കിൽ ആ പ്രതീക്ഷയ്ക്കൊരു സുഖമുണ്ട്, സത്യമുണ്ട്. എന്നെങ്കിലും ആ ഇഷ്ടം തിരിച്ചറിയപ്പെടുമെന്ന ഒരു വിശ്വാസമുണ്ട്. അതുവരെ ഈ ആഗ്രഹങ്ങൾ എൻ്റെ ഉള്ളിൽ തന്നെ ആരോരും അറിയാതെ ഒളിഞ്ഞു കിടക്കും. These memories will lie in my mind, unforgettable, unseen, forever.